ഹലോ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. മധുസൂദനൻ കുഞ്ഞൻപിള്ളയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മളെ വേർപിരിയുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഒരു നഷ്ടമാണ്, ജീവിതത്തിലൊരു നഷ്ടം. സാധാരണ മനുഷ്യർക്ക് നേട്ടങ്ങളുണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും നഷ്ടം വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യും. അത് ഞാൻ എൻ്റെ നഷ്ടം കൂടുതൽ ആദ്യമായിട്ട് ഫീൽ ചെയ്ത് എൻ്റെ 18-ാമത്തെ വയസ്സിലാണ്. എൻ്റെ പിതാവ് യശസ്വരീനായ ആർട്ടിസ്റ്റ് ഗോപാലൻ നായർ അന്തരിച്ചപ്പോൾ എനിക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു മരണം, ഒരാളെ ആ ശൂന്യത, അച്ഛൻ പെട്ടെന്ന് കടന്നു പോകുമ്പോൾ ഒരു വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എല്ലാ ഉത്തരവാദിത്തങ്ങളും അമ്മയിൽ വരും. മുതിർന്നവരൊക്കെ ഉണ്ട്, എല്ലാം ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. എല്ലാം അവരവരുടെ ജീവിതമാണ്. ബാക്കിയുള്ള ഞങ്ങൾ അമ്മയും താഴെ 2-3 പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളും. അമ്മ എന്ത് ചെയ്യും എന്ന് ഒരു പ്രയാസപ്പെടുന്ന സ്ത്രീയല്ല, നല്ല സ്ട്രോങ് ആയിരുന്നു. പിന്നെ അച്ഛൻ ഉണ്ടാക്കി വച്ചിരുന്ന കുറച്ച് സ്ഥാപനങ്ങൾ, അതിൻ്റെ വരുമാനം, കൃഷിയിൽ നിന്നുള്ള വരുമാനം, അങ്ങനെ നമുക്ക് തട്ടിമുട്ടി പോകാനുള്ളത് ഉണ്ടെങ്കിൽ പോലും ആ ഒരു നഷ്ടം, ജീവിതത്തിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശൂന്യത, അച്ഛൻ്റെ സാധനങ്ങൾ, അച്ഛൻ്റെ ഷർട്ട്, അത് ഇത്, അച്ഛൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് തിരിച്ച് ഭയങ്കര വിഷം തോന്നും. അതിൻ്റെ ഇടയിൽ കൂടെയാണ് കുറച്ച് ആൾക്കാർ അച്ഛൻ്റെ മരണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി എന്നാൽ ചെറിയതാണ്. നമ്മൾ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഒരു 1000 രൂപയ്ക്കകത്തുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെ അച്ഛൻ്റെ സ്വഭാവം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നാട്ടിൽ പലരും പല ക്ലെയിമും വന്ന് പറഞ്ഞു. ചെറുതൊക്കെ നമ്മളത് സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചിട്ടിക്കാരി, എനിക്കറിയാമെന്നുള്ള എന്നെയൊക്കെ അല്പം ദൂരെ എന്നുള്ളതാണ്, എൻ്റെ ഗ്രാമത്തിൽ തന്നെ കുറച്ച് അല്പം അകന്നിട്ട് അവരൊന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 6000 രൂപ ചിട്ടിയെ അച്ഛൻ പിടിച്ചിരുന്നു. അതിൻ്റെ മാസ അടവുകൾ നിങ്ങൾ അടയ്ക്കുക, ഇല്ലെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരിക. അപ്പോൾ ആപ്പടെ ഞങ്ങൾ 6000 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നല്ല എമൗണ്ടാണ്. അന്നത്തെ 6000 81-ലൊക്കെ 6000 രൂപയ്ക്ക് നല്ല വിലയുണ്ട്. അപ്പം ഒന്നും ഇല്ലായിരുന്നപ്പോഴാണ് നമുക്ക് തോന്നിയത്. അച്ഛൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു, ഡയറി എഴുത്ത്. എല്ലാം ഡയറിയിൽ. രാവിലെ ഒരു ചായ, എവിടെയെങ്കിലും പുറത്ത് പോയി ഒരു ചായ കുടിച്ചാലും, ഇല്ല ഈ പരിസരത്തിൽ ആരെങ്കിലും ജനിച്ചാൽ എല്ലാം ഓരോ അടയാളങ്ങളിട്ട് ഡയറി എഴുത്തുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഡയറിയുടെ ഓർമ്മ വന്നു. അപ്പം ഞങ്ങൾ അയാളുടെ അടുത്ത് പറഞ്ഞു, ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, തീർച്ചയായും അച്ഛൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു തരും, അല്ലെങ്കിൽ അത് മാസം അടയ്ക്കാനുള്ളത് അടയ്ക്കാം, പക്ഷേ അച്ഛൻ്റെ ഡയറിയിൽ വേണം, ഡയറിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡയറി മറിച്ച് നോക്കി. അങ്ങനത്തെ ഒരു ചിട്ടിയുടെ സംഭവമേ ഇല്ല. സാമ്പത്തികമായിട്ട് അത്രയും പ്രശ്നമൊന്നുമുള്ള ആളായിരുന്നില്ല നമ്മുടെ അച്ഛൻ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഡയറിയിലൊന്നുമില്ല. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞതാ, ഞങ്ങളെ ഡയറിയിലില്ല. അത് നിങ്ങളുടെ ഡയറിയെ ഞാൻ എന്തിനു വിശ്വസിക്കണം? ഞാൻ നിങ്ങളെ വാക്കെന്തിനെ വിശ്വസിക്കണം? നിങ്ങളെ വാക്കിനെക്കാട്ടിയും വിശ്വാസമല്ലേ ഈ ഡയറി പറയുന്നത്. ഒരു ചായക്ക് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയിട്ടുണ്ട്. ഈ ലോകത്ത് എന്ത് നടന്നാലും, നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പഴയ സംഭവം എന്ന് നടന്നെന്ന് അറിയാൻ വേണമെങ്കിൽ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ അച്ഛൻ ഡയറി മറിച്ച് പറയും, ഇത്രാം തീയതിയാണ് സംഭവിച്ചത്, ഇന്നയാൾ രാഘവൻ ചേട്ടൻ ഇത്രാം തീയതിയാണ് മരിച്ചത്, അല്ല ഇന്ന് ഓമന പ്രസവിച്ചത് ഇപ്പോഴാണ്. കൃത്യമായിട്ട് നാട്ടിലുള്ള കാര്യവും അയൽവക്ക കാര്യമെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, സോറി, ഇതിനു വേണ്ടി നിങ്ങളിനി നമ്മളെ വീട്ടിലിട്ട് വരരുത്, അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇടയിലാണ് ഒരാൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് നിൽക്കുന്നത്. ഒരു ജുബ്ബക്കാരനാണ്. നമുക്കറിയാം അദ്ദേഹം, രാഘവൻ എന്നാണ് പേര്. അയാൾ തേങ്ങ വ്യാപാരിയാണ്. തേങ്ങ ഇങ്ങനെ മൊത്തമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി അതിന് കച്ചവടം ചെയ്യുന്ന ആളാണ്. ഏകദേശം നല്ലൊരു ഗ്ലാസും വച്ച് ഒരു ജുബ്ബക്കാരൻ. അദ്ദേഹം വന്ന് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ വരണം, വീട്ടിനകത്ത് കയറ്റി വരാന്തയിലിരുമ്പോൾ അമ്മ വന്നു, തൊഴുത് വെച്ചിട്ട് ജുബ്ബയ്ക്കകത്ത് കൈയിട്ട് ഒരു കെട്ട് നോട്ടെടുത്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ വരണത്, അച്ഛന് അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരണത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, അല്ല, ആ ഒരു അഭിമാനം തോന്നിയ നിമിഷമാണ്.
ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് തരാതിരിക്കും. നമുക്കറിയില്ല ആ തേങ്ങാക്കാരനുമായിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു കച്ചവടം ഉണ്ടായിരുന്നു, അച്ഛൻ തേങ്ങ കൊടുത്തിട്ടുണ്ടെന്ന്, അതിന് പൈസ കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയില്ല. വേണമെങ്കിൽ അയാൾക്ക് നമുക്ക് തരാതിരിക്കാൻ വരുന്നു. അത് വലിയ ഭയങ്കര ഒരു പാഠമാണ് തന്നത്. ഈ ലോകത്ത് സത്യസന്ധരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സത്യസന്ധയുടെ കഥയും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ സംസാരം മതിയാക്കാം. അപ്പോൾ അതും കൂടെ അറിയണം. സത്യസന്ധത വേണം. പക്ഷേ അസ്ഥാനത്തുള്ള സത്യസന്ധത ഭയങ്കര പ്രശ്നമുണ്ടാവും. അപ്പോൾ അച്ഛനും കൂട്ടുകാരും സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന്, അച്ഛൻ്റെ ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് തൃശ്ശൂരിൽ ഒരു എക്സിബിഷന് വേണ്ടി പോയി. എക്സിബിഷനൊക്കെ ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിൻ പോകണം. ടിക്കറ്റ് എടുക്കാൻ സമയമില്ല, ട്രെയിൻ പോകാറായി. അപ്പം പെട്ടെന്ന് പറഞ്ഞ് സാറ് കയറിക്കോളാമെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു 5-6 പേരുണ്ടായിരുന്നു. അവരെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ട് എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഗവൺമെൻറ് തീരുമാനിച്ചനുസരിച്ച് തൃശ്ശൂരിലെ എക്സിബിഷന് പോയതാണ്. ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. ആ വണ്ടി ഇനി കിട്ടാതായതിന് ഒരു 5 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത വണ്ടിയുള്ളൂ തിരുവനന്തപുരത്തേക്ക് അന്നത്തെ കാലത്ത്. അങ്ങനെ അവസാനം പറഞ്ഞ് നമുക്കിപ്പോൾ കയറി പോവാം, വഴിയിൽ എന്തായാലും ടി വരും, വരുമ്പോൾ നമുക്ക് ആ പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഗോപാലൻ നായർ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ അടുത്ത ആളാണ്, ഭയങ്കര സത്യസന്ധനും അങ്ങനെയുള്ള ആളാണ്. അതെല്ലാം കഴിഞ്ഞു ട്രെയിൻ അങ്ങ് പൊയ്ക്കൊണ്ടേയിരുന്നു. ഓരോ സ്ഥലമായിട്ട് തിരിഞ്ഞു, കോട്ടയമായി, കൊല്ലമായി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ടി വന്നില്ല, അവർ ടിക്കറ്റ് കൊടുത്തില്ല. പക്ഷെ പേട്ടയായപ്പം തിരുവനന്തപുരത്ത് നിന്ന് പിറകിലുള്ള പേട്ട സ്റ്റേഷനായപ്പോൾ ഒരു ടി വന്നു. ഉടനെ അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ് വേണ്ട സാറേ, ഏകദേശം അയാൾ ടിക്കറ്റൊന്നും ചോദിക്കുന്നില്ല, അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങും. അപ്പോൾ ഇത് പറഞ്ഞു സത്യസന്ധത അത് ശരിയല്ല, നമുക്കത് കൊടുക്കണം, നമ്മൾ ടിക്കറ്റ് എടുക്കാതെ പോവല്ലേ, തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പം എല്ലാവരും വിലക്കിയിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം ടിയുടെ പറഞ്ഞു, സാറേ ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിൻ കയറിയാണ്, തൃശ്ശൂരിൽ നിന്നാണ് കയറിയത്, ടിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല, അത് ടിക്കറ്റ് എടുക്കണം. ടി നോക്കി ആ ട്രെയിൻ എവിടെ നിന്ന് വരുന്നോ അത് തൊട്ടുള്ള ടിക്കറ്റും അതിൻ്റെ 5 ഗുണം എന്ന് പറഞ്ഞാൽ ഇവർ തൃശ്ശൂർ പോയതും കഷ്ടപ്പെട്ടതും വെറുതെ ആയി, അത്രയും പൈസ ഫൈനടിച്ച് കൈ കൊടുത്തു. അപ്പോൾ നിങ്ങൾ പറയുക, സത്യസന്ധത വേണം, അത് ആലോചിച്ച് ചിന്തിച്ചുള്ളിടത്തെ കാണിക്കാവൂ. എല്ലായിടത്തും സത്യസന്ധത കാണിക്കാൻ പോയാൽ പണി കിട്ടും. അച്ഛന് കിട്ടിയ പണിമാലി. ഇനി നാളൊരു കാലം വേറൊരു വർത്തമാനവുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നമസ്കാരം. മധുസൂദനൻ കുഞ്ഞമ്പിള്ള.